ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് എല്ലാവർക്കും പ്രഭാത വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളോട് കൂടെ ഒരു കൂട്ടായ്മയും കൂടെ അനുഭവപ്പെടാൻ തക്കവണ്ണം ദൈവം എന്നെയും പങ്കുചേർത്ത ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്തും അതിലേക്ക് എന്നെ ക്ഷണം തന്ന പ്രിയ പാസ്റ്ററോടും കുടുംബത്തോടും സഭയിൽ വന്നിരിക്കുന്ന ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയെയും സ്നേഹത്തെയും ഒരു പ്രാവശ്യവും കൂടെ ഞാൻ അറിയിക്കുന്നു. ദൈവം നമുക്ക് തന്ന നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ കൂട്ടായ്മ ജീവിതത്തിൽ ഇങ്ങനത്തെ കൂട്ടായ്മ നമുക്ക് അനുഗ്രഹമാണ്. നമ്മുടെ ആത്മീക വർധനവിന് അത് എപ്പോഴും കാരണമായി തീരട്ടെ. ഇന്ന് ഞാൻ ഡയറക്റ്റായിട്ട് വചനത്തിലേക്ക് പോവുകയാണ്. കാരണം സമയത്തിന്റെ പരിമിതി കാരണത്തിനാല് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യരുടെ പുസ്തകം അതിന്റെ 16-ാമത്തെ അധ്യായം. 1 കൊരിന്ത്യർ പുസ്തകം 16-ാമത്തെ അധ്യായം അതിന്റെ 13-14 വചനങ്ങളാണ് ഇന്ന് വേദചിന്തയ്ക്ക് ആധാരമായി എടുക്കാൻ ആഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യർ 16 അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്വിൻ. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാവശ്യം കൂടി വചനം വായിക്കാം. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യും. കർത്താവി വചനത്തിനായി സ്തോത്രം. ഞങ്ങളോട് സംസാരിക്കണം. ദൈവത്തിന്റെ ശബ്ദം ഞങ്ങൾ കേൾക്കണം. ഞങ്ങളുടെ ഹൃദയത്തിന് കർത്താവെ അത് ഞങ്ങളുടെ ജീവിതത്തിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണം. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൃപ കൂടിയിരിക്കണം. മഹത്വം കർത്താവ് എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വചനമാണ് ഇത്. നമുക്കറിയാം, കൊരിന്ത്യ ലേഖനം എഴുതിയതും കൊരിന്ത്യ സഭ സ്ഥാപിച്ചതൊക്കെ പൗലോസാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അതിനെക്കുറിച്ചൊന്നും വിവരിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ കൊരിന്ത്യ സഭ അതിന്റെ തുടക്കത്തിലൊക്കെ വളരെയധികം കൃപാവരങ്ങൾ, എല്ലാ കൃപാവരങ്ങളും ജ്വലിപ്പിച്ച സഭയായിരുന്നു കൊരിന്ത്യ സഭയെങ്കിലും അവിടെയും പലവിധമായ വിഷയങ്ങൾ കടന്നു വന്ന കാര്യം നമുക്ക് അറിയാൻ പറ്റും. കാരണം അവിടെ ഒരു അതായത് പിരിവിന അതായത് പല ഭാഗങ്ങളായിട്ട് സഭ മാറിപ്പോയി. ഞാൻ അപ്പൊലോസിന്റെ പക്ഷഭേദം, അപ്പൊലോസിന്റെ, പൗലോസിന്റെ, അതുപോലെ തന്നെ കേഫാവിന്റെ, ഇങ്ങനെ പലവിധമായ പക്ഷപാതങ്ങൾ അവിടെ വരുവാൻ തക്കോടായി തീർന്നു. അതുപോലെ ആ സഭയിലെ പലവിധമായിരിക്കുന്ന പാപ സ്വഭാവങ്ങൾ നുഴഞ്ഞു കയറി വന്നു. അതുപോലെ അഹന്തകൾ അവിടെ കൂടുതൽ വന്നു. അതുപോലെ തന്നെ ഡിസോർഡർ ആയിട്ടുള്ള പല കാര്യങ്ങളും, ദൈവസഭയ്ക്ക് അനുയോജ്യമല്ലാത്ത അനേക വിഷയങ്ങൾ ആ സഭയിലേക്ക് കടന്നുകൂടുവാൻ തൊക്കടായി തീർന്നു. ഇതിൻ്റെയൊക്കെ പിൻപില് എപ്പോഴും നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിശാച് മനുഷ്യന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു ദൈവവേദന ജീവിതത്തിൽ, അല്ലെങ്കിൽ സഭയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ദൈവദാസന്മാരുടെ ബന്ധത്തിൽ, വിശ്വാസികളുടെ ബന്ധത്തിൽ ഇടതടവില്ലാതെ പോരാടുന്ന ഒരു മണ്ഡലം എപ്പോഴും ഉണ്ട്. ആ ദൈവികമായിരിക്കുന്ന സ്നേഹത്തിൽ നിന്നും, ദൈവത്തിന്റെ ഐക്യത്തിൽ നിന്നും, ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്നും മനുഷ്യനെ, അല്ലെങ്കിൽ വിശ്വാസിയെ, ദൈവദാസന്മാരെ വ്യതിചലിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരെ പാപത്തിലേക്ക് കൊണ്ടുപോകുകയോ ആ കൂട്ടായ്മയിൽ നിന്ന് മാറ്റിക്കളയുകയോ ദൈവസ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയോ, അല്ലെങ്കിൽ മുഖദാക്ഷിണ്യങ്ങളോ പക്ഷപാതങ്ങളോ ഇക കൊണ്ടുവന്ന് ആ സഭയെ അല്ലെങ്കിൽ കൂട്ടായ്മയെ അലങ്കോലപ്പെടുത്തുന്ന മണ്ഡലങ്ങൾ നമുക്കത് വായിക്കുമ്പോൾ അറിയാൻ പറ്റും. ദൈവത്തിന്റെ വചനം അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്ന ഉണർന്നിരിക്കും, പല വിഷയങ്ങളും ഉണർന്നിരിക്കും. ഒന്നാമത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, കർത്താവിന്റെ വരവ് അതിസമീപമായിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം യേശു ക്രിസ്തു വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന സംഭവങ്ങൾ, നാം അനുഭവിക്കുന്ന കാര്യങ്ങൾ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു പല മക്കളും അതേക്കുറിച്ച് ദൈവം അവർക്ക് കർത്താവിന്റെ വരവ് സമീപമായിരിക്കുന്നു എന്നുള്ള ദർശനങ്ങൾ ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തിന്റെ വചനം ഒരു വാർത്തയും കൂടെ ഞാൻ വായിച്ചാല്,
മർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് നാം വന്നാൽ, മർക്കോസിന്റെ സുവിശേഷത്തിലെ കർത്താവ് തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 13 അധ്യായത്തിലേക്ക് നാം വന്നാല് 13 35 നാം വായിക്കാം. മർക്കോസ് സുവിശേഷം 13:35 യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരും എന്ന് അറിയായക കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പിൻ. ഇന്ന് കർത്താവിന്റെ വരവിനായിട്ട് നാം ഉണരേണ്ട ഒരു സമയത്തിലാണ് നാം ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം യേശു ക്രിസ്തു വരാൻ പോകുക. ഇപ്പോ ഇവിടെ 4 സമയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സന്ധ്യയെക്കുറിച്ച് പറയുന്നുണ്ട്. യജമാനൻ സന്ധ്യയ്ക്ക്, യജമാനൻ നമ്മുടെ കർത്താവ് സന്ധ്യയ്ക്ക്, 2 അർദ്ധരാത്രി, 3 കോഴി കൂകുന്ന സമയം, 4 രാവിലെ. 4 സമയങ്ങളെ കുറിച്ച് അവിടെ കർത്താവ് പറയുന്നുണ്ട്. അതുകൊണ്ട് അതെ, എപ്പോൾ വരും എന്ന് അറിയാക കൊണ്ട് നാം എപ്പോഴും നമ്മുടെ ആത്മീക ജീവിതം ഒരു അലർട്ടായിട്ട് നാം ഇരിക്കണം ഈ ദിവസങ്ങളിൽ. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിലല്ല, ഇനിയുള്ള കാലങ്ങളിൽ നാം ഒരു അലർട്ടായിരിക്കണം, ഉണർന്നിരിക്കുക. ചുറ്റുപാടും പല കാര്യങ്ങൾ നടക്കുമെങ്കിലും നാം ആ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ, നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നാം കൂടുതൽ ബോധവാന്മാരാകാതെ ദൈവത്തിന്റെ വരവിനും നാം നമുക്കാകെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ ദിവസങ്ങളിൽ നാം കടന്നു വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രത്യാശയും നമ്മുടെ സ്നേഹവും നമ്മുടെ ഉത്സാഹവും, അതുപോലെ തന്നെ ദൈവം നമുക്ക് ഉത്സാഹവും ദൈവികമായ ദർശനങ്ങളൊക്കെ നമുക്ക് വർദ്ധിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്താവ് പറയുന്നു, രാത്രിക്ക് വരാം, അർദ്ധരാത്രിക്ക് വരാം, കോഴി കൂകുന്ന സമയത്ത് വരാം, അതുപോലെ തന്നെ രാവിലെയും വരാം. അപ്പൊ ഒരു സമയവും അതിനെ ഒഴിവ് പറയാനായിട്ടില്ല. 24 മണിക്കൂറും അലർട്ടായിരിക്കുവാൻ, അല്ലെങ്കിൽ നാം ഒന്ന് എവർക്കായിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഉണർന്നിരിപ്പിൻ, സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയാക കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന്. ഉറങ്ങുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശാരീരികമായ ഉറക്കമല്ല അതിന്റെ വിഷയം. നാം ആത്മീകമായി ഉറങ്ങിപ്പോകുന്നുണ്ടോ? നമ്മുടെ ആത്മീകത എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ ആത്മീകതയിൽ പല വിഷയങ്ങളുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതമുണ്ട്, നാം ദൈവത്തോടുള്ള നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങളുണ്ട്, അതുപോലെ തന്നെ ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. നാം ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇപ്പോൾ മാറിയാണോ നിൽക്കുന്നത്? ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നു, നമ്മുടെ ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ കുറിച്ചും ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. ദൈവം നമ്മിൽ നിന്ന് ചില കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളിൽ നാം എത്രമാത്രം വ്യാപൃതരായിരിക്കുന്നു, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? നാം അതിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ അപ്പോസ്തലൻ പറയുന്നത് പോലെ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മെ കയറി പിടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മെ തന്നെ പരിശോധിക്കേണ്ടത് നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നാം വരാം. മത്തായിയുടെ സുവിശേഷം അതിന്റെ 26-ാമത്തെ അധ്യായത്തിലേക്ക് നാം വരാം. 26:40 ഇവിടെ നമുക്കറിയാം കർത്താവ് ഗെത്സമനിലാണ്. കർത്താവിന് ഇനി വരാൻ പോകുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായിരിക്കുന്ന അറിവ് കർത്താവിനുണ്ട്. പക്ഷേ ആ ഒരു അറിവ്, അല്ലെങ്കിൽ ആ ഒരു അറിവോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു ഭാരമോ ആർക്കില്ല? ശിഷ്യന്മാർക്കില്ല. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന ഒരു അളവിലേക്ക് അവർക്ക് ആ സമയം വരെ അവർ എന്ത് ചെയ്തിട്ടില്ല? വളർന്നു വന്നിട്ടില്ല. കാരണം ഇവിടെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു. ആദ്യം കർത്താവ് പറഞ്ഞു 40 അധ്യായം അതിന്റെ 26 അധ്യായം 36 യേശു അവരുമായി ഗെത്സമന എന്ന തോട്ടത്തിൽ ചെന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് പറഞ്ഞു 38 നാം വരുമ്പോൾ, മരണവേദന പോലെ, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോട് കൂടെ
എന്നോട് കൂടെ ഉണർന്നിരിപ്പിൻ എന്നവരോട് പറഞ്ഞു. എന്നോട് കൂടെ ഉണർന്നിരിക്കുക. കാരണം പരീക്ഷയിൽ അകപ്പെടാതെ കർത്താവ് അതിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അവർക്കത് ആ കർത്താവ് പറയുന്ന കാര്യങ്ങൾ, അവർക്ക് ആ കർത്താവ് പറയുന്ന ആ സീരിയസ്നെസ്സോ ആ സമയത്തെ കർത്താവിന്റെ അനുഭവങ്ങളോ ഇവർക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മണ്ഡലമാവും. പക്ഷെ കർത്താവ് അവിടെ പറയുന്നുണ്ട്, നാം വായിക്കുമ്പോൾ പിന്നെ അവൻ എന്നോട്, അതെ 38 വായിക്കും, മരണവേദന പോലെ അതിദുഃഖമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിപ്പിൻ എന്നവരോട് പറഞ്ഞു. പക്ഷെ അവർക്കത് കഴിഞ്ഞില്ല. നമുക്കറിയാം, അവിടെ നാം വായിക്കുമ്പോൾ 40 പഠിക്കുമ്പോൾ, പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിൻ. നാം പ്രാർത്ഥനയിൽ ഉണരുക. സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് അനുകൂലമല്ല. സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായ സാഹചര്യത്തിലല്ല നാം നിൽക്കുന്നത്. നമുക്ക് പ്രതികൂലങ്ങളുണ്ട്, പല വശത്തു നിന്ന് നമുക്ക് പോരാട്ടങ്ങളുണ്ട്, പല വിഷയങ്ങളുടെ നടുവിൽ നമുക്ക് പോരാട്ടങ്ങളുണ്ട്. പക്ഷേ ഇവിടെ കർത്താവ് ഗെത്സമനയുടെ നടുവിലും കർത്താവ് അവിടെ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തി. കർത്താവ് പല രീതിയിൽ കൂടെ പ്രാർത്ഥിച്ചു. കർത്താവ് കവിഞ്ഞു വീണ് പ്രാർത്ഥിച്ചു. കർത്താവ് വളരെ കരഞ്ഞു. കർത്താവ് മാറിപ്പോയെന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് പല രീതിയിൽ കൂടെ അവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഒന്ന് പങ്കുചേരുവാനോ അല്ലെങ്കിൽ കർത്താവിന്റെ ആ വിഷമം, കർത്താവിന്റെ ഹൃദയവേദന ഒന്ന് മനസ്സിലാക്കുവാനോ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. എന്നിട്ട് കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഒന്ന്, യേശുക്രിസ്തുവിന്റെ വരവ് എപ്പോ വേണമെങ്കിലും വരാം. സന്ധ്യയ്ക്ക് വരാം, അർദ്ധരാത്രിക്ക് വരാം, കോഴി കൂവുന്ന സമയത്ത് വരാം, രാവിലെ വരാം. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ആ വരവിനായി ഉണർന്നിരുന്ന് കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. രണ്ട്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ, അതായത് ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നാം പെട്ടുപോകാതെ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ സാഹചര്യം നാം കുഴഞ്ഞു പോകാതെ, കഷ്ടതയിൽ നാം വീണു പോകാതെ, അല്ലെങ്കിൽ നാം തളർന്നു പോകാതെ, പ്രൈസ് ദി ലോർഡ്, ആ ശോധനകളുടെ സമയത്തും പരീക്ഷകളുടെ സമയത്തും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുപോലെ മത്തായിയുടെ സുവിശേഷം 25 അങ്ങനെ ഒരു വചനം നമുക്ക് വായിക്കാൻ പറ്റും. 25:13. ആകെ നാളും നാഴികയും നിങ്ങൾ അറിയായി കൊണ്ട് ഉണർന്നിരിപ്പൻ. പ്രൈസ് ദി ലോർഡ്. നാഴികയും നാളും. അപ്പോ അതിന്റെ അർത്ഥം ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ എപ്പോഴും, സ്തോത്രം, എപ്പോഴും അലർട്ടാകുക എന്ന് ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്. കാരണം ഏത് സമയത്തും എന്ത് നടക്കാം. കർത്താവിന്റെ വരവ് വരാം, പ്രശ്നങ്ങൾ വരാം, പ്രതികൂലങ്ങൾ വരാം, സാഹചര്യങ്ങൾ നമുക്ക് മോശമായി പോകാം. പക്ഷെ ഈ സമയത്തും ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന വിഷയം, പലപ്പോഴും ഈ സാഹചര്യങ്ങൾ നന്നായിരിക്കുമ്പോൾ പലപ്പോഴും പലരും ദൈവത്തിൽ നിന്ന് വിട്ട് അകന്നു പോകുന്ന ചില മണ്ഡലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രശ്നമില്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വേദന ഇല്ലാതിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് പലപ്പോഴും അകന്നു പോകുന്ന ചില മണ്ഡലങ്ങൾ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ ഇവിടെ കർത്താവ് പറയാണ്, നാളും നാഴികയും അറിയാതെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കാൻ പറയുക. പ്രൈസ് ദി ലോർഡ്. ഇനി 1 തെസ്സലോനിക്കയിലേക്ക് നാം വന്നാൽ, 1 തെസ്സലോനിക്കയുടെ പുസ്തകത്തിലേക്ക് നാം വന്നാൽ, അതിന്റെ 5 അധികാരം 5:6 മുതൽ നാം പഠിക്കാം. 6 മുതൽ വായിക്കാം. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവനായിരിക്കുക. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരായാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചയും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് രക്ഷ ദൈവം നമുക്ക് നിയമിച്ചു വെച്ചിരിക്കുകയാണ്. ആ രക്ഷയിലേക്ക് നാം പ്രവേശിക്കണം. നാം രക്ഷിക്കപ്പെട്ടതാണ്, ശരിയാണ്. നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. ആ പൂർണ്ണമായിരിക്കുന്ന അവസ്ഥ വരുന്നത് നമ്മുടെ മരണത്തോടു കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ,
നാം ആരാ? വെളിച്ചത്തിന്റെ മക്കളാണ്, പകലിന്റെ മക്കളാണ്. രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. നമുക്കൊരു വ്യത്യാസമുണ്ട്, നമുക്കൊരു മാറ്റമുണ്ട്. നമുക്കൊരു മാറ്റമുള്ളവരാ, നാം വ്യത്യാസമുള്ളവരാ. നാം പകലിന്റെ മക്കളാ, നാം പ്രത്യാശയുള്ള മക്കളാ. നാം അല്ലെങ്കിൽ ദൈവത്തെ കാത്തിരിക്കുന്ന മക്കളാ, കർത്താവിന്റെ വരവിനായി നോക്കി പാർത്തിരിക്കുന്ന മക്കളാ. നാം ദൈവത്തിനായി പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളാ. പക്ഷേ നാം ഈ ദിവസങ്ങളിൽ തളർന്നു പോകാതെ, നാം വെളിച്ചത്തിന്റെ മക്കൾ എന്നുള്ള യഥാർത്ഥ ബോധ്യത്തോടുകൂടെ, പ്രൈസ് ദി ലോർഡ്, വെളിച്ചത്തിന്റെ മക്കളായി, പകലിന്റെ മക്കളായി, നാം രാത്രിക്കും ഇരുളിനും അല്ലെങ്കിൽ അന്ധകാരത്തിനും പാപത്തിനും ഉള്ളവരല്ല. ആകയാൽ ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കുക. സുബോധമുള്ള ഒരു ഹൃദയം, അല്ലെങ്കിൽ ഉണർച്ചയുള്ള ഒരു ഹൃദയം, ഉത്തരവാദിത്വമുള്ളൊരു ഹൃദയം, ദൈവത്തിന്റെ ദർശനങ്ങളെ പ്രാപിക്കുന്ന ഒരു ഹൃദയം. കാരണം യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരുന്നു. കാരണം അത് പ്രാപിച്ചിരുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ മുഖത്തേക്ക് നാം നോക്കുമ്പോൾ നിശ്ചയമായും ദൈവം വരുവാനുള്ള കാര്യങ്ങളെ നമുക്ക് വ്യക്തമായി അറിയിച്ചു തരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം കർത്താവ് തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ഒരു കാര്യം ചെയ്യത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തില് ഈ ദിവസങ്ങളില് നാം ഉണർന്നും സുബോധമായിട്ട് ഇരിക്കുക. ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രി മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹമെന്ന കവചയും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ രക്ഷയുടെ അനുഭവത്തിലേക്ക്, ആ കംപ്ലീറ്റ്നെസ്സിലേക്ക് നാം യഥാർത്ഥത്തിൽ വരേണ്ടത് മുഖ്യമാണ്, ഒരു ആവശ്യമാണ്. അതുപോലെ നാം എപ്പോഴും ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തില് പിശാച് ആരെ വിഴുങ്ങേണ്ടത് ചുറ്റി നടക്കുന്നു. വേണമെങ്കിൽ 1 പീറ്റർ 5 അധ്യായത്തിലേക്ക് നാം വരാം. 1 പീറ്റർ 5 അധ്യായം അതിന്റെ 8-ാമത്തെ വചനം നാം വായിക്കാം. പീറ്റർ 5-ന്റെ 8-ാമത്തെ വചനം നാം വായിക്കാം. ഇവിടെ ഉണർന്നിരിപ്പിൻ, അതെ സ്തോത്രം, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. നമുക്കൊരു പ്രതിയോഗിയുണ്ട്. സ്തോത്രം, നമുക്കൊരു പ്രതിയോഗിയുണ്ട്. ഈ പ്രതിയോഗി എപ്പോഴും എന്ത് ചെയ്യുന്നു? താൻ ഇടപെടാതെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് പിശാച്. പലപ്പോഴും പിശാച് ഇടപെടാതെ വർക്ക് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, അലർട്ടായിരിക്കുക. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്കൊരു പ്രതിയോഗിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും എങ്ങനെ വീഴിക്കാം, എങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ മാറ്റിക്കളയാം, എങ്ങനെ ഇവന്റെ പ്രാർത്ഥനയെ കുറപ്പിക്കാം, എങ്ങനെ ഇവന്റെ ആരാധന കുറപ്പിക്കാം, എങ്ങനെ ഇവന്റെ വേലകളെ കുറപ്പിക്കാം, എങ്ങനെ ഇവനെ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റിക്കളയാം, എങ്ങനെ വിഷയങ്ങളെ കൊണ്ടുവരാം, ഇങ്ങനെ പല കാര്യങ്ങൾ പിശാച് നാം അറിയാതെയോ അറിഞ്ഞോ, പ്രൈസ് ദി ലോർഡ്, ചെയ്തുകൊണ്ടിരിക്കുന്നു. അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഇടപെടാതെ, അതെ സ്തോത്രം, ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കും. അവൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ലൂപ്ഫോള്, അവിടെ കയറി പ്രവർത്തിക്കുന്ന പിശാച്. അപ്പോ ശരിക്കും പറഞ്ഞാൽ നാം യഥാർത്ഥത്തില് ഒരു കാവൽക്കാരനാണ്, ഒരു കാവൽക്കാരനായി നിൽക്കണം. ദൈവം നമുക്ക് കൊടുത്ത ഉത്തരവാദിത്വം നമുക്കറിയാം. നമുക്ക് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ ദൈവം നമുക്ക് കൊടുത്തിട്ടുണ്ട്, നമുക്ക് എന്തെല്ലാം ദർശനങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് എന്തെല്ലാം കാഴ്ചപ്പാടുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ കാഴ്ചപ്പാടുകളിൽ നാം ഈ ദിവസങ്ങളില് സ്തോത്രം അലർട്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അലർട്ടായി നിൽക്കുക. അല്ലെങ്കിൽ പിശാച് അലർന്ന സിംഹമാണ്, ആരെ വിഴുങ്ങേണ്ടു എന്ന് അവൻ ചുറ്റി നടക്കുന്നു, തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. അതുകൊണ്ട് നാം ഈ ദിവസങ്ങളില് അലർട്ടാകണം. ഹല്ലേലൂയ. ഏത് വിഷയത്തിൽ, നമ്മുടെ ആത്മീക വിഷയത്തിൽ എവിടെയെല്ലാം അതെ സ്തോത്ര പ്രശ്നങ്ങൾ വരുന്നു അല്ലെങ്കിൽ കുറവുകൾ സംഭവിക്കുന്നുവോ, ആ ഭാഗങ്ങളിലെല്ലാം
ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നാം ചെയ്യുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ദൈവത്തിന്റെ കൂട്ടായ്മ അനുഭവിക്കുമ്പോൾ, വചനങ്ങൾ കേൾക്കുമ്പോൾ, എവിടെയെല്ലാം നമ്മുടെ ആത്മീക ജീവിതത്തിൽ കുറവുകളുണ്ട്, എവിടെയെല്ലാം ആത്മീക ജീവിതത്തിൽ പോരായ്മകളുണ്ട്, എവിടെയെല്ലാം നമ്മുടെ ദൈവമാരുടെ ബന്ധത്തിൽ അതേ കുറവുകളുണ്ടെന്നുള്ള കാര്യം നാം കണ്ടുപിടിച്ച് അതിനെ പരിഹരിക്കേണ്ടത് മുഖ്യമാണ്, ആവശ്യമാണ്. കാരണം നാം എപ്പോഴും നാം ചിന്തിക്കണം, നാം ഒരു കാവൽക്കാരനാണ്. ദൈവം നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്, ദൈവം നമുക്ക് ചില റെസ്പോൺസിബിലിറ്റി തന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ഒരു ഇത് ഞാൻ ഒരു വാക്കാണ്, ഹബക്കൂക്കിന്റെ പുസ്തകത്തിലേക്ക് നാം വന്നാല് അതിന്റെ രണ്ടാം അധ്യായത്തില് അതിന്റെ 1-ാമത്തെ വചനം നമുക്ക് പരിചയമുള്ള വചനമാണിത്. 2:1, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യും എന്ന് എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടെന്ന് കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. അപ്പോൾ ഇദ്ദേഹം, നമുക്കറിയാം, ഇദ്ദേഹം ഇങ്ങനെ വളരെ ജാഗ്രതയോടുകൂടെ ദൈവം എന്ത് സംസാരിക്കാൻ പോകുന്നു, ദൈവം എനിക്ക് എന്ത് വെളിപ്പെടുത്താൻ പോകുന്നു, ദൈവം എന്നോട് എന്താ സംസാരിക്കാൻ പോണത്, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് തന്നെ ഓരോ അളവിൽ വർക്ക് ചെയ്യണ്ട്. അപ്പോ അവൻ എന്നോട് എന്തരുളി ചെയ്യും, എന്ത് എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയേണ്ടത് കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. താനൊരു കാവൽക്കാരനായിട്ട് അലർട്ടായിട്ട് നിൽക്കുക. പക്ഷെ തൻ്റെ ചിന്താഗതികൾ മുഴുവനും ദൈവത്തിന്റെ മുഖത്തേക്കാണ്. ഒരളവിൽ നാം ജീവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമാണെങ്കിലും നമ്മുടേതായിരിക്കുന്ന ആ ആത്മീകമായിരിക്കുന്ന അളവ്, അല്ലെങ്കിൽ ആത്മീകമായിരിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാട് നാം ഉന്നതത്തിലേക്കാണെങ്കിൽ നിശ്ചയമായും ദൈവത്തിൽ നിന്ന് നമുക്ക് ചിലത് പ്രാപിക്കാൻ തക്കവണ്ണം കഴിയും. സ്തോത്രം. കാരണം ഇവിടെ താൻ കാവൽ നിൽക്കുക. എന്നാ കാവൽ? കർത്താവ് തൻ്റെ എല്ലാ ചിന്തകളും അവൻ എന്നോട് എന്തരുളി ചെയ്യും. കർത്താവിന് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അടുത്തതായിട്ട് ഞാൻ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ എങ്ങനെ പോകണം? അങ്ങനെ അതെ, സ്തോത്രം, ഞാൻ ദൃഷ്ടി വെക്കും. ഹല്ലേലൂയ. ആ സമയത്ത് കണ്ടോ, നീ ദർശനം എഴുതുക, ഓടിച്ച് വായിപ്പാൻ തക്കവണ്ണം പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിൽ അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകാതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയില്ല. ഈ കാരണം ദൈവത്തിൽ നിന്ന് നാം പ്രാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ലെവലിലേക്ക് നമുക്ക് വളർന്നു വരാൻ തക്കടയിൽ തീരും. തൻ്റെ കംപ്ലീറ്റ് ചിന്ത മുഴുവൻ അതിലേക്കാ. ഞാൻ കാവൽ നിൽക്കുകയാ, പക്ഷേ ദൈവനോട് സംസാരിക്കണം. എനിക്ക് ദൈവത്തിന്റെ വെളിപ്പാട് ആവശ്യമാണ്, എനിക്ക് ദൈവത്തിന്റെ ദർശനം ആവശ്യമാണ്, എനിക്ക് ദൈവത്തിന്റെ കാഴ്ചപ്പാട് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ മാത്രമേ എനിക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. നാം ദൈവത്തിൽ ചില കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് നാം പ്രാപിക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും മനോഹരമാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്നാൽ നാം ദൈവത്തിൽ ചിലത് തന്നെ പ്രാപിക്കുക, ദൈവസന്നിധി നാം ഇരിക്കുക, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം നമ്മെ തന്നെ താഴ്ത്തുക. നിശ്ചയമായിട്ടും ദൈവം നമ്മിൽ കൂടെ ചെയ്യുവാനുള്ള കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂടെ ചെയ്യും. അപ്പോ ഇവിടെ നാം ഉണർന്നിരിക്കുക എന്നുള്ള വിഷയം ഒന്ന്, സ്തോത്രം, ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റേണ്ടത്. കൃപാപരമുള്ള സഭയായിരുന്നു കൊരിന്ത്. ആ സഭയുടെ അവസ്ഥകൾ വളരെ മോശമായ അനുഭവങ്ങൾ കൂടെ പോയിട്ടുണ്ട്. കാരണം അവിടെ ഡിവിഷൻസ് വന്നു, പാപങ്ങൾ കയറി വന്നു, പ്രൈഡ് വന്നു, ഡിസോർഡർ വന്നു, പല വിഷയങ്ങൾ വന്നു. അവിടെ പൗലോസ് അവസാനം എഴുതുവാണ്, ഉണർന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കാരണം ഏത് രീതിയിൽ കൂടെയും പിശാച്, അതേ സ്തോത്രം, നമ്മുടെ കൂട്ടായ്മയോ അല്ലെങ്കിൽ അവരുടേതായ ഐക്യത്തെയോ അല്ലെങ്കിൽ പലവിധമായ രീതിയിൽ കൂടെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ട്, കർത്താവിന്റെ വരവിനായിട്ട് നാം എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കുക. കാരണം യജമാനൻ അർദ്ധരാത്രി വരാം, സന്ധ്യയ്ക്ക് വരാം, കോഴി കൂവുന്ന സമയത്ത് വരാം, രാവിലെ വരാം. നാം ഒരുങ്ങുന്ന മക്കളായിട്ട് നാം മാറണം. പ്രൈസ് ദി ലോർഡ്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നാം ഉണർന്നിരിക്കുക.
പ്രൈസ് ദി ലോർഡ്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നാം ഉണർന്നിരിക്കുക. അതുപോലെ നാളും നാഴികയും നമുക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഗെത്സമനെ തോട്ടത്തിൽ ശിഷ്യന്മാർക്ക് അവർ ഉറങ്ങിപ്പോയി. പക്ഷെ നമുക്കറിയാം, പോലോ പത്രോസിന്റെ ഒക്കെ ജീവിതത്തിൽ വന്ന കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ അവര് ഉണർന്നിരിക്കുവാൻ അവിടെ കഴിഞ്ഞില്ല. ഇവിടെ മത്തായിയുടെ സുവിശേഷം 25 നാളും നാഴികയും അറിയാതെ കൊണ്ട് നാം എന്ത് ചെയ്യണം? ഉണർന്നിരിക്കുന്നവരായി മാറണം. പിന്നെ തെസ്സലോനിക്കയില് സ്തോത്രം, നാം വെളിച്ചത്തിന്റെ മക്കളാണ്, ഇരുളിന്റെ മക്കളല്ല. അപ്പൊ നാം സുബോധമായിട്ട് നടക്കുന്ന മക്കളായിട്ട് നാം മാറണം. ഹല്ലേലൂയ. ഹബക്കൂക്ക് കൊത്തളത്തിൽ കാവൽ കാത്തുകൊണ്ട് നിൽക്കുക. അവൻ എന്നോട് എന്ത് അരുളി ചെയ്യും? എന്നോട് എന്ത് സംസാരിക്കും? ഞാൻ ഒരിടത്ത് താൻ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ദൈവം തന്നോട് സംസാരിക്കണം. ആ ദൈവ ശബ്ദത്തിനായിട്ട് താൻ കാത്തിരിക്കുക, അടുത്തൊരു ലെവലിലേക്ക് തന്റെ കാര്യങ്ങളെ ചെയ്യാനായിട്ട്. ഒരു വാർത്ത കൂടി, ഒരു വാക്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നാം വന്നാൽ, നെഹമ്യാവിന്റെ പുസ്തകത്തില് നമുക്ക് 1-ാം അധ്യായത്തില് നമുക്കറിയാം, അവിടെ യെരുശലേമിനെ കുറിച്ചുള്ളൊരു വാർത്ത കേട്ടു. തൻ്റെ ജീവിതത്തിൽ യാതൊരു കുഴപ്പമില്ലാത്തൊരു സാഹചര്യത്തിലാണ് നെഹമ്യാവ് ഇരിക്കുന്നത്. കാരണം താൻ രാജകൊട്ടാരത്തിലാണ്, സേഫ്റ്റി ഉണ്ട്, ജോലിയുണ്ട്, ശമ്പളമുണ്ട്, ഒന്നിനും കുറവില്ല. താൻ വളരെ ദൂരത്താണ്, തനിക്ക് പലവിധ ഒഴിവുകൾ പറയാം. പക്ഷേ യെരുശലേമിനെ കുറിച്ചുള്ള ആ വാർത്ത, അല്ലെങ്കിൽ യെരുശലേമിനെ കുറിച്ചുള്ള വാർത്ത താൻ കേട്ടപ്പോൾ, നമുക്കറിയാം 1:3, അവിടെ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു, യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിൽ തീവച്ചും ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ, നാം ചില കാര്യങ്ങളെ കേൾക്കുമ്പോൾ, സ്തോത്രം, ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇവിടെ താൻ ചെയ്തത് ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചു, ഉപവസിച്ചു, സ്വർഗത്തിലെ ദൈവത്തോട് താൻ പ്രാർത്ഥിച്ചു പറഞ്ഞു. ഒരു ഉത്തരവാദിത്വം തന്റെ ജീവിതത്തിലേക്ക് താൻ ഏറ്റെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഉണർന്നിരിക്കുക എന്നുള്ളത്, അതിൽ നമുക്ക് ആത്മീകമായ ചില ഉത്തരവാദിത്വങ്ങൾ നമുക്കുണ്ട്. ഇവിടെ യെരുശലേമും താൻ ഇരിക്കുന്ന കൊട്ടാരവും തമ്മിൽ, ശൂഷൻ രാജധാനി തമ്മിൽ ഏതാണ്ട് ഒരു 1000-1500 കിലോമീറ്റർ കാണും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ താൻ ഈ വിഷയത്തെ കേട്ടപ്പോൾ, യെരുശലേമിന്റെ അവസ്ഥ കേട്ടപ്പോൾ, ആ തീ വെച്ച് ചുട്ടുകിടന്ന് കണ്ടപ്പോൾ, അതിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ, അവിടുത്തെ ജനങ്ങൾ അപമാനത്തിലിരിക്കുന്നത് കേട്ടപ്പോൾ താൻ ഇരുന്ന് കരഞ്ഞു. സ്തോത്രം. തനിക്ക് തന്നെ ഒന്നിനും വല്ല കുറവുണ്ടോ? ഇല്ല. പക്ഷേ അതുകൊണ്ട് ഒരു ആത്മീക ഭാരം, മറ്റുള്ളവരെ കുറിച്ച് ഒരു ആത്മീക ഭാരം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം താൻ അവിടെ ഇരുന്നു, കരഞ്ഞു, ദുഃഖിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി, നാം ഈ ദിവസങ്ങളിൽ അതെന്ത് ചെയ്യണം? അത് ദൈവത്തിന്റെ ആ ആലോചനയ്ക്കും ദൈവത്തിന്റെ സ്തോത്രം ദർശനത്തിനും ഒത്തവണ്ണം നാം അതിലേക്ക് സ്റ്റെപ്പുകൾ വെച്ചാൽ, നിശ്ചയമായും ഇനിയും ഇപ്പോൾ നാം നിൽക്കുന്ന സാഹചര്യത്തെക്കാൾ, ഇപ്പോൾ നാം നിൽക്കുന്ന അനുഭവത്തെക്കാൾ അധികമായിട്ട് ദൈവം നമ്മെ എടുത്ത് ഉപയോഗിക്കാൻ തക്കവണ്ണം സ്വതം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നാം ഒരുപക്ഷെ ചിന്തിക്കാം, നേരം കഴിഞ്ഞു, സമയം പോയി, ഇനി എനിക്ക് സമയമില്ല എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. നമുക്ക് ദൈവത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് കൂടുതൽ സമയം വേണ്ടല്ലോ. ദൈവം നമ്മിൽ കൂടെ പ്രവർത്തിക്കുവാൻ നാം അതിനായി കാത്തിരുന്നാൽ, സ്തോത്രം. ഹബക്കൂക്ക് കാത്തിരുന്നു, നെഹമ്യാവ് കരഞ്ഞു, നെഹമ്യാവ് പ്രാർത്ഥിച്ചു, നെഹമ്യാവ് ഉപവസിച്ചു, നെഹമ്യാവ് ദുഃഖിച്ചു, നെഹമ്യാവ് സ്വർഗത്തിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി. അപ്പൊ അതുകൊണ്ട് അവിടെ സ്തോത്രം, ആ വെന്ത് കിടക്കുന്ന ചണ്ടിക്കുമ്പാരങ്ങളൊക്കെ ഒരാൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അവിടെ മതിൽ കെട്ടുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് അവിടെയുള്ള വേസ്റ്റ് കോരിക്കളയാനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ചില സാഹചര്യങ്ങളെ ദൈവം മാറ്റി നീക്കി പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യത്തിലേക്കും ദൈവത്തിൻ്റെതായിരിക്കുന്ന ആലോചനയിലേക്കും ദൈവത്തിന്റെ ദർശനത്തിലേക്കും നാം ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ആഗ്രഹത്തിനൊത്തവണ്ണം നാം വളർന്നു വരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മെ ഈ കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കേണ്ട കൂടെ തീരും. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രശ്നങ്ങളില്ലാത്ത സ്ഥലങ്ങളില്ല, പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളിൽ കൂടെ ദൈവം നിശ്ചയമായിട്ടും
നമ്മളെ വഴി നടത്തും. നമുക്ക് ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ, നമുക്ക് ദൈവം ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മെ നടത്തുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവം ഒരിടത്ത് നമ്മെ ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ, നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് നമ്മെ അതിലേക്ക് സ്തോത്രം ലീഡ് ചെയ്യുകയും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ കൂടെ സാധിപ്പിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തോണ്ട് നാം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങളെ സഹായിക്കണം. ഈ ദിവസങ്ങളിൽ ഉണർന്നിരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. അത്ഭുതം ദൈവം ചെയ്യണമേ. ദൈവം ഞങ്ങളിൽ വെച്ചിരിക്കുന്ന എന്തുദ്ദേശമാണോ ആ ഉദ്ദേശത്തിലേക്കും ആ ലക്ഷ്യത്തിലേക്കും കർത്താവ് ഞങ്ങളെ നടത്തണമേ. കടന്ന എല്ലാവർക്കുമായി സ്തോത്രം. തന്ന കർത്താവെ സമയത്തിനായി നന്ദി. കർത്താവെ, ഇതിന്റെ ഭാരവാഹികൾ ദൈവം അനുഗ്രഹിക്കണം, മാനിക്കണം. മഹത്വം കർത്താവ് എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവർ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമായ കർത്താവിൻ്റെ ദാസനിൽ നമ്മൾ കേട്ട നമ്മൾ ഉണർന്നിരിപ്പാനുള്ള ആഹ്വാനമാണല്ലോ. ഞാൻ 1-2 വാചകങ്ങൾ കൂടെ പറഞ്ഞതിന് ശേഷം ബ്രദർ രൺസിംഗ് രാജ പ്രാർത്ഥിച്ച പാസ്റ്റർ NT സാംകുട്ടി ആശീർവാദം പറഞ്ഞ് നമ്മൾ ഈ മീറ്റിംഗ് ഇവിടെ പൂർണ്ണമാകുന്നതാണ്. രൺസിംഗ് രാജ് ബ്രദറെ പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവർ, നമ്മൾ കേട്ടത് ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ള, വളരെ കാലിക പ്രസക്തിയുള്ള ഒരു കാര്യമാണല്ലോ. ഉണർന്നിരിക്കുക. കർത്താവ് പറഞ്ഞു, ഏത് സമയത്താണ് വരുന്നതെന്ന് അറിയത്തില്ല. സന്ധ്യയിൽ, രാത്രിയിൽ, പ്രഭാതത്തിൽ, പകൽ സമയത്ത്, എപ്പോഴാണ്. അതുപോലെ തന്നെ നമ്മൾ മരിക്കുന്നത് എപ്പോഴാണെന്ന് അറിയില്ല. ഇന്നലെ ഇവിടെ ഒരു ചെറുപ്പക്കാരൻ, 31 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ, വളരെ ഇവിടുത്തെ പ്രസിഡന്റിനോടൊക്കെ വളരെ അടുപ്പമുണ്ടായിരുന്ന വളരെ ശക്തനായ ഒരു മനുഷ്യനായിരുന്നു. 18 വയസ്സുള്ളപ്പോൾ തന്നെയാണ് അദ്ദേഹം വലിയൊരു ഓർഗനൈസേഷനൊക്കെ സ്ഥാപിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സപ്പോർട്ടിന് വേണ്ടി ഇവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞു, ഈ പ്രാവശ്യം അദ്ദേഹം ജയിക്കാനുള്ളൊരു പ്രധാന കാരണം ഈ ചെറുപ്പക്കാരൻ്റെ പ്രവർത്തനമാണ്. കോളേജ് ക്യാമ്പസുകളൊക്കെ ചെന്ന് ചെറുപ്പക്കാരെയൊക്കെ വളരെ ഉത്സാഹിപ്പിക്കുകയും, അദ്ദേഹം വളരെ വിശ്വാസമുള്ളൊരു വ്യക്തിയായിരുന്നു. പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനു വേണ്ടിയൊക്കെ നിലനിന്നൊരു വ്യക്തിയാണ്. എന്നാൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ദൂരെ ഒരു പയ്യനെ വെടിവെച്ച് അദ്ദേഹം നിമിഷങ്ങൾക്കുള്ളിൽ നിത്യതയിൽ ചേർക്കപ്പെട്ടു. അല്ലെങ്കിൽ അതുകൊണ്ട് എപ്പോഴാണ്, എങ്ങനെയാണ്, എന്താണ്, ഏത് സമയത്താണെന്നൊന്നും നമുക്ക് അറിയാലല്ലോ. കർത്താവിൻ്റെ വരവാങ്ങനെ കർത്താവിൻ്റെ പല പ്രാവശ്യം പറഞ്ഞു, കള്ളൻ വരുന്നത് എപ്പോഴാണെന്ന് അറിഞ്ഞാൽ വീട്ടുടെ ഉണർന്നിരിക്കുമല്ലോ. എന്നാൽ എപ്പോഴാണ്, എന്താണെന്ന് അറിയായാൽ ഏത് നിമിഷവും നിങ്ങൾ തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, കൊരിന്ത്യ സഭയിൽ വളരെ ശക്തമായി വന്നൊരു സഭയാണ്. എന്നാൽ എന്തെല്ലാം വേണ്ടാത്ത കാര്യങ്ങളാണ്, സാത്താൻ്റെ തന്ത്രങ്ങൾ, എന്തെല്ലാം അസൂയ, പിണക്കം, ദ്വന്ദ്വപക്ഷം എന്ന് വേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്നത്തെ സഭയിലും ഇന്ന് വിശ്വാസികളുടെ ഇടയ്ക്ക് ഇതൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ മാറി ഉണർവുള്ളവരായിട്ട്, സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചൊക്കെ അറിവുള്ളവരായിട്ട് ഇരിക്കുക എന്നുള്ളതാണല്ലോ. നെഹമ്യാവിൻ്റെ അതൊക്കെ നമ്മൾ കേട്ടല്ലോ. എത്ര പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണ് നെഹമ്യാവ്. നമുക്കറിയാം, ഒരു രാജധാനിയിലെ, പേർഷ്യൻ രാജധാനിയിലെ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥനിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് വിചാരിക്കുക, എനിക്കിവിടെ എല്ലാ സൗകര്യമുണ്ട്, ഞാനെന്തിനാ അങ്ങോട്ട് യെരൂശലേമിൽ പോയി കഷ്ടപ്പെടാൻ പോകുന്നത്. എന്നാൽ അവിടെ സ്വന്തം സ്ഥലത്ത് തൻ്റെ ആ വലിയ പദവികളൊക്കെ മാറ്റിവെച്ച് ആ സ്ഥലത്ത് എന്ന് വളരെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ തൻ്റെ ജീവനെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് താൻ ചെയ്ത ആ പ്രവൃത്തി ദൈവം തന്നെ വിളിക്കുന്നു എന്നുള്ള ആ ഒരു ഉൾക്കാഴ്ചയോടുകൂടെ ആ ദൈവത്തിൻ്റെ വിളി കേട്ട് താൻ പോയ പ്രവൃത്തി സഫലമായി തീർന്നു, ശത്രുക്കൾക്ക് മുമ്പിൽ ജയാളികളായി തീർന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവർ, ഇന്നുകൊണ്ട് വിശ്വാസത്താൽ കർത്താവ് നമ്മെ വിളിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ വളരെ സൗകര്യമുള്ള, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ തലമൊക്കെ വിട്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ പോകേണ്ടത്. ആ സുരക്ഷിതത്വമൊക്കെ വിട്ടായിരിക്കാം നമ്മൾ പോകേണ്ടത്. എന്നാൽ കർത്താവ് നമ്മെ വിളിക്കുന്നുവെങ്കിൽ ആ വിളിയോട് ഉത്സാഹമുള്ളവരായിട്ട്, ഉണർവുള്ളവരായിട്ട്, കർത്താവിൻ്റെ വിളിയെക്കുറിച്ചുള്ള ആഴമായിട്ടുള്ള ഉൾക്കാഴ്ചയുള്ളവരായിട്ട് നമുക്കായിരിക്കാം. അതിനുള്ളൊരു ആഹ്വാനമാണല്ലോ ഇന്ന് നമ്മൾ കേട്ടത്. നമ്മൾ തിരുവചനം വായിക്കുകയാണെങ്കിൽ തിരുവചനത്തിൽ ഉടനീളം അങ്ങനെയാണ്. പൗലോസ് എപ്പോഴും പറയുന്ന അതാണല്ലോ, നിങ്ങൾ ഉണർന്നിരിക്കുക, നിങ്ങളുടെ പ്രതിയോഗിയെക്കുറിച്ച് അറിവുള്ളവരായിരിക്കുക, അതുപോലെ തന്നെ എല്ലാം കർത്താവിന് വേണ്ടി എല്ലാം ചെയ്തവെന്നെണ്ണുക. നമുക്ക് ലഭിച്ചതൊന്നും അതിലെ കാര്യമില്ല. അതിനേക്കാളും ഏറ്റവും ആത്മാക്കളെ നേടുക എന്നുള്ള ആഴമായിട്ടുള്ള ആ വിശ്വാസത്തോടുകൂടെ, ആഴമായിട്ടുള്ള ആ തിടുക്കത്തോടുകൂടെ ആയിരിക്കുക എന്നൊക്കെ ആ സുവിശേഷത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട്
ശക്തമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ ദാസൻ പല പ്രാവശ്യം നമ്മുടെ ഈ പ്രയർ ലൈനിലെ തിരുവചനം സംസാരിച്ചിട്ടുണ്ട്. താൻ ആയിരിക്കുന്ന ആ തമിഴ്നാട്ടിൽ ചെന്ന് ആ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഒരു സഭയൊക്കെ സ്ഥാപിച്ച് ആ ചർച്ചിന് നേതൃത്വം കൊടുക്കുന്നു. എന്നാൽ നമ്മൾ കേട്ടല്ലോ, അവിടെ ഒരു സ്ഥലമൊക്കെ വാങ്ങി അത് ഒരു ആലയം പണിയാനായിട്ടല്ല ശ്രമിച്ചിട്ട് അതിന് ആളുകൾ തടസ്സം നിൽക്കുകയാണ്. ആ നെഹമ്യാവിന് തടസ്സം നിന്നതുപോലെ ശക്തന്മാരായിട്ടുള്ള ആളുകളാണ് തോബിയാവും സൻബല്ലത്തും. അങ്ങനെ ആ സമൂഹത്തിൽ വളരെ ശക്തന്മാരായിട്ടുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ അപകടപ്പെടുത്താൻ വരെ ശ്രമിച്ചു. എന്നാൽ വിശ്വാസത്തോടുകൂടെ ധൈര്യത്തോടുകൂടെ അദ്ദേഹം മുന്നോട്ട് പോയി തന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള പ്രവർത്തനം പൂർത്തീകരിച്ചെന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ദാസനെ കർത്താവ് ശക്തീകരിക്കട്ടെ. ആ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ശക്തിയോടുകൂടെ മുന്നോട്ട് പോകുന്നതിന് കർത്താവിൻ്റെ സാക്ഷിയായിരിക്കാൻ കുടുംബമായിട്ട് അവരെ സഹായിക്കട്ടെ എന്നാൽ തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ സൂചിപ്പിക്കാറുള്ളത് പോലെ നമ്മുടെ പ്രയർ ലൈനിൽ വന്ന് തിരുവനന്തപുരം സംസാരിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി, ദാസന്മാർക്ക് വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു.